ഈശ്വരെ, ജാതകപ്പൊരുത്തം ഉണ്ടെങ്കിൽ കേശവൻ നായർ അദ്ദേഹത്തിന് സമ്മതമാണത്രേ. കുമാര, കുമാര, കല്യാണം കഴിക്കണമെങ്കിൽ നീ മാന്ത്രിക സ്ഥാനം കൈയൊഴിയണം. വടക്കേതിലെ ശേഖരനെ മന്ത്രോപദേശം കൊടുത്തേക്കും. അമ്മേ, ശേഖരന് മന്ത്രോപദേശം കൊടുക്കാൻ വയ്യെങ്കിൽ കൊച്ചുരാമന് മാന്ത്രികനാക്കും. അമ്മ പൊറുക്കണം. ഞാൻ മരിക്കും വരെ ഞാൻ തന്നെയാ പുത്തൂർ തറവാട്ടിലെ മാന്ത്രികൻ. മാന്ത്രികൻ ബ്രഹ്മചാരിയാകണമെന്നത് വെറും സങ്കല്പമാണമ്മേ. മങ്കു അമ്മയുടെ ഇഷ്ടക്കാരൻ എന്നല്ലേ നമ്മുടെ തറവാട്ടിന് മന്ത്രസിദ്ധി കിട്ടിയത്? ഗുരുത്തദോഷി, ഗരുഡദാസന് വിവാഹ ജീവിതം പാടില്ലടാ. നീ അപകടത്തെ വിളിച്ചു വരുത്തുകയാ. എന്റെ പിതൃക്കളെ, ഈ തറവാട് നശിക്കുന്നതിന് മുമ്പായി ഇവളെ അങ്ങ് വിളിക്കണേ. അമ്മയുമായി സംസാരിച്ചില്ലേ? ഓ, കല്യാണം ഈ മാസത്തിൽ തന്നെ നടത്തരുതോ? ആയിക്കോട്ടെ, ആർഭാടം ഒന്നും വേണ്ട. തമ്പി കുടുംബസ്ഥനാകാൻ പോവുകയാണ്. പഴയ മാതിരിയുള്ള പരോപകാരമൊന്നും ഇനി പാടില്ല. മാന്ത്രിക കർമ്മങ്ങൾക്ക് നല്ല പ്രതിഫലം വാങ്ങണം. അയ്യോ, അത് പറ്റില്ല. മാന്ത്രികൻ ദക്ഷിണ പോലും വാങ്ങരുന്ന ഈ തറവാട്ടിലെ നിയമം. മാന്ത്രികന് കല്യാണം കഴിക്കാമെന്ന് തറവാട്ട് നിയമമുണ്ടോ? വരൂ ചേച്ചി, നമ്മുടെ തറവാട്ടിലെ അന്തചിത്രം ഇല്ലാണ്ടാക്കാൻ പിതൃക്കൾ കനിഞ്ഞെന്നാ തോന്നുന്നേ. നിങ്ങളെ എല്ലാരെയും കണ്ടപ്പോ എന്റെ ചങ്ക് നിറച്ച് സന്തോഷമായി. നമ്മൾ പിണങ്ങിയിരിക്കുന്നത് കാരണമല്ലേ തറവാടിന്റെ സുഹൃതം ക്ഷയിക്കണത്? എല്ലാം മറന്ന് ഇനിയുള്ള കാലമെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. വരണം, ഇരിക്കണം. മാമക്കളെ, മോനെ. പുത്തൂർ തറവാടിന്റെ മന്ത്രസിദ്ധി നശിക്കാതിരിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമല്ലേ പേരമ്മേ? കണ്ടില്ലേ തറവാട്ടാചാരം തെറ്റിച്ച് കുമാരൻ കല്യാണം കഴിക്കാൻ പോണത്. മറ്റൊരാൾക്ക് മന്ത്രോപദേശം കൊടുത്തിട്ട് അവനീ കുരുത്തക്കേട് കാട്ടട്ടെ. മോനെ, അകത്തേക്ക് പോ. ശേഖരനെ മാന്ത്രികനാക്കാൻ വയ്യെങ്കിൽ വേണ്ട. കുമാരന്റെ സ്വന്തം അനന്തരവൻ കൊച്ചുരാമന് മന്ത്രോപദേശം കൊടുക്കട്ടെ. താൻ നശിച്ച തറവാട് നശിക്കണമെന്ന കുമാരന്റെ മനസ്സിലിരിപ്പ്. വഴക്കുണ്ടാക്കി മന്ത്രസിദ്ധി കൈക്കലാക്കാൻ പറ്റുമോ? അമ്മായി ഉപദേശിച്ചാൽ അവൻ കേൾക്കും. അങ്ങനെയാണ് ഞാനും നനച്ചിരുന്നത്. പക്ഷേ എന്താ മഹേശ്വരി, ഇന്നലെ ഞാൻ തറവാട്ടിൽ പോയിരുന്നു. എന്റെയും ചേച്ചിയുടെയും കണ്ണീര് കണ്ടിട്ടും അവന്റെ മനസ്സലിഞ്ഞില്ല. കൊട്ടാരത്തിൽ നിന്നെടുത്ത ഗ്രന്ഥങ്ങളല്ലേ ഇത്ര കാലമായിട്ടും തിരികെ വയ്ക്കാത്തത്? പട്ടേരിയെ നേരിടാൻ പറ്റിയ ചില മന്ത്രങ്ങൾ ഇതിലുണ്ട്. ആവശ്യം കഴിഞ്ഞിട്ട്. ദുർമന്ത്രവാദത്തിന് പറ്റിയ മന്ത്രങ്ങൾ അല്ലേ? ആ, അതും കൂടി ആവുമ്പോ എല്ലാം തികയും. പാമ്പ് കടിച്ചതാണോ? അതെ അമ്മച്ചി, 2 നാഴിയായിട്ടുള്ളൂ. നോക്കി നിൽക്കാതെ. ശ്രീ പക്ഷിരാജം ഭജേ. എന്നെ ഉപേക്ഷിച്ചു ഗരുഡമൂർത്തി. ത്വം വിഷീഭവ സ്വാഹ. ത്വം വിഷീഭവ സ്വാഹ. ത്വം വിഷീഭവ സ്വാഹ. ഫട് സ്വാഹ. ഓം ഫട് സ്വാഹ. ഓം ഫട് സ്വാഹ. ഓം ഫട് സ്വാഹ. ഫട് സ്വാഹ. ഓം ഫട് സ്വാഹ. ഓം ഫട് സ്വാഹ.
ആരും ഭയപ്പെടണ്ട. അവനെ കടിച്ച പാമ്പാ അത്. ഇത് വേണമായിരുന്നോ? പ്രതിഫലം തരാണ്ട് പോകെ. ക്ഷമിക്കണം അങ്ങനെ. അവിടുന്ന് പ്രതിഫലം പറ്റുമെന്ന് അറിയില്ലായിരുന്നു. എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചതിന് എന്ത് തന്നാലും മതിയാവില്ല. ഇതാ ഇത് വാങ്ങിയാട്ടെ. അത് തിരിച്ചു കൊടുക്കടാ. ചേച്ചി, നമ്മുടെ തറവാട് നാശത്തിലേക്ക് വീണ് കഴിഞ്ഞു മഹേശ്വരി. സങ്കടപ്പെട്ടിട്ട് എന്താ ഫലം? ഞാൻ എല്ലാം അറിഞ്ഞു ചേച്ചി. തറവാടിനെ ശപിച്ചിട്ടായിരിക്കും പാമ്പ് നടക്കലിൽ തലതല്ലി മരിച്ചത്. എന്റെ പിതൃക്കളെ, ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോണത്? എന്താ ഇവിടെ ആരെങ്കിലും മരിച്ചോ? മരിച്ചടാ. പുത്തൂർ തറവാടിന്റെ പ്രതാപവും ഐശ്വര്യവും ഒന്നിച്ച് മരിച്ചടാ. പിൻഗാമിക്ക് ഉപദേശം കൊടുക്കും വരെ മാന്ത്രികന്റെ ശരീരത്തുനിന്ന് ഇതൊന്നും ഊരരുതെന്നല്ലേ പ്രമാണം? പ്രമാണം ഇതെല്ലാം ഊരി വെച്ചിട്ടാ അവൻ വേണ്ടാതെ നിങ്ങൾ കാട്ടുക. മുങ്ങിക്കുളിച്ച് വന്ന് വീണ്ടും ധരിക്കും. ഭഗവതി, കൂട്ടിക്കൊടുക്കുന്ന എച്ചികളെ പുത്തൂരെ കുമാരൻ തമ്മിയുടെ മന്ത്രസിറ്റിൽ വെച്ചിട്ടില്ല. പപ്പുവന്മാർ പോകാൻ പറ. അങ്ങേരെക്കാളും വലിയ മന്ത്രിയല്ലേ കുമാരൻ തമ്പി.